ഞാൻ സാറ സബിതയാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ്. നമ്മൾ ഇന്ന് ഹിന്ദു ബ്രൈഡൽ ലുക്ക്, ഒരു ഡ്യൂ ഫിനിഷ് സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്രൈഡൽ ലുക്കിലോട്ട് പോവാം, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡീറ്റോക്സ് ഓയിലാണ്. ഇത് ഒരു ഗ്ലോ ഫിനിഷ് നൽകുന്ന ഒരു ഓയിലാണ്. ഇത് ഡ്രൈനെസ് മാറ്റും. നമുക്ക് ഫേസിന് ഡെയിലി യൂസ് ആയിട്ടും യൂസ് ചെയ്യാം. അതേസമയം തന്നെ നമുക്ക് ഇത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ അതിൽ ബ്ലെൻഡറായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഫേസ് ഇവിടെ ക്ലെൻസ് ചെയ്തിട്ട് ഇരിക്കുവാണ്. അപ്പം പ്രൈമർ ഓയിലായിട്ട് നമ്മളിത് യൂസ് ചെയ്യാൻ പോവാണ്. ഒരു 1 or 2 ഡ്രോപ്സ് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇത് ഒരു LA ഗേളിൻ്റെ പ്രൈമർ സ്പ്രേ ആണ്. ഓയിലിന് ശേഷം നമ്മൾ പ്രൈമർ സ്പ്രേ അപ്ലൈ ചെയ്യാണ്. ഒരു 5 മിനിറ്റ്സ് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ സ്പ്രേക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ പ്രൈമർ അപ്ലൈ ചെയ്യാം. സ്പ്രേ ഇല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു 5 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊരു ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണ്. ഒത്തിരി ഡ്രൈ സ്കിന്നിന് ഫ്ലേക്സ് പോലെ വരുന്നതൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന ഹൈഡ്രേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഡ്രോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു പ്രൊഡക്റ്റും എടുക്കുന്നതിന് മുമ്പ് നന്നായി ഷേക്ക് ചെയ്യുക. ഇതൊരു ലിക്വിഡ് ആയതുകൊണ്ട് നന്നായി ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നോർമലി നമ്മൾ ഇങ്ങനത്തെ പ്രൈമർ യൂസ് ചെയ്യാറില്ല. അപ്പം നമുക്ക് ഒത്തിരി ഡ്രൈനെസ് എടുത്തെടുത്ത് കാണിക്കും. സോ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡ്രൈ സ്കിന്നിന് ഒരു നല്ലൊരു സൊല്യൂഷനാണ്. ഇത് ബോഡിയോഗ്രഫിയുടെ പ്രൈമറാണ്. നല്ല പ്രൊഡക്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് LA ഗേളിൻ്റെ പ്രോ കൺസീലാണ്. ഇത് വാം ഹണി ഷെയ്ഡാണ്. ഇത് അണ്ടർ ഐ ചെറിയൊരു ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, കാര്യമായിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒരു കുറച്ച് അപ്ലൈ ചെയ്യുകയാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ബോഡിയോഗ്രഫിയുടെ ഫൗണ്ടേഷനാണ്. 2 ഷെയ്ഡ് മിക്സ് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ തന്നെ 200ഉം 160 ഈ 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ബോഡിയോഗ്രഫിയുടെ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ ഡീറ്റോക്സിൻ്റെ ഓയിൽ 1 ഡ്രോപ്പ് ഇതിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലിടാം. LA ഗേളിൻ്റെ അണ്ടർ ഹൈലൈറ്റിംഗ് ആണ്. ഇത് LA ഗേൾ പ്രോ കൺസീൽ. ഷെയ്ഡ് വരുന്നത് മീഡിയം ബേജ്. ഐബേസ് ആണ് കൊടുക്കാൻ പോകുന്നത്. C2Pയുടെ ഐബേസ് ആണ്. ഐ മേക്കപ്പിന് മുൻപ് നമ്മൾ പ്രൈമറായിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഐ പ്രൈമറായിട്ട്. ഈ ഷെയ്ഡ് ഓൾമോസ്റ്റ് എല്ലാത്തിനും പോകുന്ന എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷെയ്ഡാണ്. ഒരു പീച്ചിഷ് ലുക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് ഐബേസ് കൊടുക്കാം. നമ്മൾ ബേസ് കൊടുത്തു. നെക്സ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കൊടുക്കുന്നത്. ഇത് C2Pയുടെ അൾട്രാ HD മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വിത്ത് ഷിമ്മറാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് കൊടുക്കുകയാണ്. ഇതൊരു കുഞ്ഞ് എയർ കണ്ടീഷനിങ് ഫാനാണ്. നമുക്കിത് നമ്മുടെ കിറ്റിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജസ്റ്റ് ഫാൻ ഒന്ന് കൊടുക്കാം.
ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ്. ഡാർക്ക് സ്കിൻ ടോണിന് വേണമെങ്കിൽ നമുക്ക് ഫൗണ്ടേഷനായിട്ടും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കോൺടോറിങ്ങിനും യൂസ് ചെയ്യാം. എസ്പ്രെസ്സോ ആണ്, 65 ഷുഗറിൻ്റെയാണ്. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത് ഷുഗറിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഇതൊരു മാറ്റിഫൈങ് പൗഡറാണ് വിത്ത് SPF 15 ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാം. ഒത്തിരി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മളൊരു ഡ്യൂയി ഫിനിഷ് ലുക്കാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ കോമ്പാക്റ്റ് ഫുൾ ഫേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കത് എവിടെയാണോ കൂടുതൽ റിങ്കിൾസ് ഒക്കെ വരാൻ ചാൻസസ് ഉള്ള ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് കോമ്പാക്ട് പൗഡർ കൊടുത്താൽ മതി. ബാക്കിയുള്ള ഏരിയ ഇങ്ങനെ ഒരു ഡ്യൂയി ഫിനിഷിൽ തന്നെ നിന്നോട്ടെ. അതാണ് നമുക്കൊരു ആ ഒരു ലുക്ക്, ഗ്ലോ ഫിനിഷ് ലുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നെക്സ്റ്റ് ഐബ്രോ ആണ്. ഐബ്രോ ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ ആണ്. നമുക്ക് ഇത് വരുന്നത് ഒരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് വരുന്നത്. ഈ പൗഡർ ഫോർമാറ്റ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ജസ്റ്റ് ബ്രഷിൽ എടുക്കുക, എക്സ്ട്രാ ഡസ്റ്റ് ചെയ്യുക. അങ്ങനെ വേണം എപ്പോഴും എടുക്കാനായിട്ട്. പൗഡർ ഫോർമാറ്റ് ആയതുകൊണ്ട് അവിടെ ഡ്രോപ്പായി സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും എടുക്കുമ്പോൾ ജസ്റ്റ് ഡസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന് തന്നെ ഡസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഐ മേക്കപ്പിൻ്റെ ക്രീസ് ലൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ലുക്കാണ് ക്രീസിൽ വരുന്നത് എപ്പോഴും. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ആയിട്ടുള്ള 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഏരിയയിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ ലുക്കും എൻഡിൽ വരുമ്പോൾ ഒരു ഡാർക്ക് മെറൂൺ ഷിമ്മർ ലുക്കുമാണ് കൊടുക്കുന്നത്. ഗോൾഡൻ ഷിമ്മറും മെറൂൺ ഷിമ്മറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് കൊടുക്കാൻ പോകുന്നത് നെക്സ്റ്റ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഗോൾഡൻ ലുക്ക് കൊടുക്കുകയാണ്. ഗ്ലിറ്റർ പിഗ്മെൻറ്റിൽ കുറേ ഷെയ്ഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതൊരു ബ്രോൺസ് ഷെയ്ഡാണ്, ഗോൾഡൻ ഉണ്ട്, ബ്രോൺസ്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. ഡാർക്ക്, ബ്ലാക്ക്, ഷിമ്മർ, അങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പം ഇതൊരു ബ്രോൺസ് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഐലൈനറാണ്. ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ലൈനറാണ്. അതിൻ്റെ ഒപ്പം തന്നെ ജെൽ ലൈനറാണ് താഴെ യൂസ് ചെയ്യുന്നത്. അതും സെയിം ഷുഗറിൻ്റെ തന്നെയാണ്, ജെൽ ലൈനറാണ്. ജെൽ ലൈനറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ബ്രഷ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൽ തന്നെ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് ക്യാരി ചെയ്യാനും പറ്റും. ബ്രഷ് തപ്പി നടക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്യും. ഈസി ആയിട്ട് അപ്ലിക്കേഷൻ, ചെറിയ ബ്രഷാണ്, നല്ല ഷാർപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷാർപ്പ് എഡ്ജസിൽ അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് ലിപ് പ്രൈമറാണ്, ഷുഗറിൻ്റെ ലിപ് പ്രൈമറാണ്. ഒത്തിരി ഡ്രൈനെസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ഒരു മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലിപ്പ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്യാം. കളർ ബാറിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ബ്ലഷറാണ് കൊടുക്കാൻ പോകുന്നത്. റെവല്യൂഷൻ പ്രോൻ്റെ ബ്ലഷറാണ്, 4K ബ്ലഷറാണ്. നമുക്ക് ഒരു ലൈറ്റായിട്ടുള്ളൊരു ബ്ലഷറേ നമുക്ക് ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. റെവല്യൂഷൻ പ്രോൻ്റെ 4K ഹൈലൈറ്റർ തന്നെയാണ്. ഒരു ഗോൾഡൻ ലുക്കാണ് ഇതിൽ കൂടുതലും വരുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു ഡ്രോപ്പ്
മതി, ഒരു ഡിപ്പ് മതി. നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഒത്തിരി ഗ്ലോ ഒന്നും വേണ്ട, ചെറിയൊരു ഗ്ലോ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഡസ്റ്റ് ചെയ്യാം, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യാം നന്നായിട്ട്. ഈ സെയിം ബ്രഷ് തന്നെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ജസ്റ്റ് ഇതിന് കൊടുക്കാം. ഷുഗറിൻ്റെ ലിപ് ക്രയോൺ ആണ്. ചെറിയ ചെറിയ ട്യൂബ്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ബ്രൈഡൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഒരു മെറൂൺ, ഡാർക്ക് മെറൂൺ അങ്ങനത്തെയാണ് എടുത്തിരിക്കുന്നത്.